ഹലോ ഗായ്സ്, അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാദ് സിറ്റിയിലെ സൂ കാണാൻ, അതായത് റിയാദ് സൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പോ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് കാണിക്കാം. കാരണം ടൈം ഒരുപാടായിപ്പോ, ഏകദേശം 3 മണിയായി. ഞാൻ നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചാണ്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. കുറെ ബ്ലോക്കിലൊക്കെ പെട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വീക്കെൻഡ് ആയത് കാരണം തന്നെ റോഡിലൊക്കെ ഭയങ്കര വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്താൻ ഭയങ്കര പാടാണ്. അപ്പോ നോക്കാം നമുക്ക്. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. സാധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവേണ്ടതാണ്. നമ്മളിപ്പോൾ ഫ്രൈഡേ ആയത് കാരണം 4 മണിക്ക് ഇത് എൻട്രി ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കയറണം. നമ്മൾ ഓടി പറഞ്ഞ് എത്തിയതാണ്. പിന്നെ ഇതിന് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 5 റിയാലും, അതുപോലെ തന്നെ വലിയ ആളുകൾക്കാണെങ്കിൽ 10 റിയാലിന് മേലിട്ടും പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിയാദ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതൊന്നും ഇല്ല. ഫ്രീ എൻട്രിയാണ്, ആർക്കും എപ്പോഴും വരാം. കറക്റ്റ് സ്പോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാസിലാണ്. റിയാദിലെ മലാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ആളുകളുണ്ട്. പിന്നെ അതിന് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഒരുപാട് അനിമൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നോക്കാം നമുക്ക് അതിനുള്ളിൽ എന്താ ഉള്ളത്. നമ്മളിവിടെ എത്തി. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. കണ്ടാൽ നിങ്ങൾ നെട്ടും. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പോകുന്നു. ആളെ കാണാൻ പറ്റുന്നില്ല കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ പുലിയാണ്, ചീറ്റയാണ്. ചീറ്റ. അപ്പോൾ ഇവർക്ക് 80 മുതൽ 130 വരെ സ്പീഡിൽ ഇവർക്ക് പോകാൻ പറ്റും. അത്രയും റണ്ണിങ്ങുള്ള ഒരു ജീവിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. പക്ഷെ അടുത്തോട്ട് കിട്ടിയില്ല. അപ്പോൾ ക്യാമറ വരുന്നതിന് മുമ്പ് തന്നെ അവർ പോയി. ഇതാണ് കേട്ടോ വൈറ്റ് ലയൺ, അതായത് നമ്മൾ വെളുത്ത സിംഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാധാരണ സിംഹത്തിന് ജനറ്റിക് പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കളർ മാറ്റം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഏകദേശം 1992 2004 ഇടയിൽ തന്നെ വംശനാശം സംഭവിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ടൈഗർ, അതായത് ബംഗാൾ ടൈഗർ എന്ന് പറയും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 വർഷത്തിനൊക്കെ മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തോളമൊക്കെ ഉണ്ടായിരുന്ന കടുവകൾ ഇപ്പോൾ നമ്മൾ വെറും 2000 മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളൂ. കാരണമൊക്കെ വംശനാശം വന്നിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കടുവകൾ മിസ്സാകുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിഗ്മി ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇത് ശരിക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ചതുപ്പുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ കോമൺ എലൻറ്റ്, അതായത് മാനുകൾ തന്നെ ഏറ്റവും വലുതാണിത്. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ തെക്കൻ പ്രദേശങ്ങളിലാണ് നമ്മളിത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ കൊമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 75 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ഉയരം ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ മനുഷ്യന്മാരായിട്ടും നമ്മളൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്ന ഒരു മൃഗം കൂടിയാണിത്. ഇത് ആണ് നമ്മളെ റാബിറ്റ് കേട്ടോ. ഇത് റാബിറ്റാണ്, അതായത് യൂറോപ്യൻ മൊയിൽ എന്നൊക്കെയാണ് ഇതിന് പറയാം. അതായത് ശരിക്കും ഇത് തെക്ക് പടിഞ്ഞാറ് യൂറോപ്പിലൊക്കെയാണ് നമ്മൾ ഉണ്ടാകല്. സ്പെയിൻ, പോർച്ചുഗൽ, അതുപോലെ
ഇതെന്താ സാധനം മനസ്സിലാവും. ഇതാണ് കേട്ടോ ഹണി ബഡ്ജർ, അതായത് ഇപ്പോൾ തറക്കരടി എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കരടികളുടെ ആ ഒരു സെയിം തന്നെയാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. ഈ വരുന്ന രാജാക്കളെ മനസ്സിലായോ? ഇതാണ് നമ്മളെ ജാഗൂർ കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മാർജിനാണ് ജാഗൂർ എന്ന് പറയുന്നത്. കിടക്കണ കിടപ്പ് വേണ്ടിയില്ലേ, ഭയങ്കര ഇതാട്ടോ. അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര സൈസൊക്കെ ആയിട്ട് കൂടിയാണ്. ഇത് ലിങ്സാണ്. നമ്മൾ യൂറോപ്പിലെ റൊമാനിയ, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലൊക്കെ ദേശീയ മൃഗം കൂടിയാണ് ഈ സാധനം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പൂച്ചനെക്കാട്ടിയും വലിയ വലിപ്പം കൂടുതലുള്ളൊരു സാധനം കൂടിയാണ്. അത്യാവശ്യം കാണാനും ഒക്കെ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു സാധനമാണത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലായോ? ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇവിടെ ഓരോ അനിമലിൻ്റെ ഇതിൽ നമുക്ക് ഓരോ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിലുണ്ട്. ഇതാണ് കേട്ടോ വാട്ടർ ഡീർ, അതായത് നമ്മളങ്ങനെ വെള്ളംമാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ കൊറിയ, ചൈന ഒക്കെയാണ് ഇതിൻ്റെ നാറ്റീവ് പ്ലേസ് ആണെന്നാണ് ഇവർ പറയപ്പെടുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആളുകളായിട്ടൊക്കെ കൂടുതൽ ഇണങ്ങാനൊക്കെ കൂടുതൽ സാധ്യതയുള്ളൊരു ജീവി കൂടിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ പറയണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴാട്ടോ നമ്മുടെ നാട്ടിലുള്ള അരിക്കൊമ്പൻ്റെയും ഗുരുവായൂർ കേശവൻ്റെ ഒക്കെ വില മനസ്സിലാവണം കേട്ടോ. ഭയങ്കര ശോഷിച്ച അവസ്ഥയിലുള്ളൊരു ആനയാണിത്, വലിയൊരു ഇതില്ല. ഇതാണ് കേട്ടോ സീൽ, അതായത് നമ്മൾ കടൽനാഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് മെയിനായിട്ടും കടലുകളിലാണ് ഉണ്ടായതിൽ. അപ്പോൾ ഒരുപാട് നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീന്തി കളിക്കുന്ന പോലെയായിരുന്നു അത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ജീവിയാണിത്. ഇതാണ് കേട്ടോ സ്ലോത്ത് ബിയർ എന്ന് വേണം പറയാം, അതായത് തേൻകരടി എന്നൊക്കെ പറയപ്പെടുന്ന സാധനമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ കാടുകളിലും അതുപോലെ തന്നെ ഈ ഹിമാലയൻ പർവ്വതങ്ങളിലൊക്കെ ആണിത് കൂടുതലായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങളോടിപ്പോൾ അവിടെ നിന്ന് ഏകദേശം ക്ലോസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പോകാൻ പറയാണ് അവിടുത്തെ സെക്യൂരിറ്റി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ കഴിഞ്ഞ് ഏകദേശം പോവുകയാണ്. കാരണം അങ്ങനെ സമയമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. ഫുള്ളായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായിട്ട് വന്നുകൊണ്ട് ഫുള്ളും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്ന്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് ഓരോ വീഡിയോകൾ ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾ ഓരോ സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് അടുത്ത വീഡിയോ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ മെട്രോ കയറി റിയാദ് ഗാലറിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. റിയാദ് ഗാലറിയിലോട്ടാണ് പോകുന്നത്. ഒരു മാളാണത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മെട്രോയിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് മെട്രോ കാർഡ് കേട്ടോ. ഇതിന് 10 റിയാലാണ്.
അപ്പോൾ അതിന് പുറമെ നമ്മൾ 4 റിയാലാണ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് എവിടെ വേണേലും പോയിട്ട് തിരിച്ചു വരാം. ഈ 4 റിയാലിന് തന്നെ നമുക്ക് എവിടെ പോയിട്ടും തിരിച്ചു വരാം. ഈ കാണുന്നതൊക്കെ മാപ്പാണ് കേട്ടോ. അപ്പോൾ ഏത് സ്റ്റേഷനിലേക്ക് പോകണം, ഏതൊക്കെ സ്റ്റേഷൻ എന്നുള്ളതൊക്കെ കറക്റ്റ് റൂട്ട് മാപ്പ് ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് അത് കണ്ടാൽ തന്നെ ഏകദേശം എവിടെ പോകണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. എല്ലാം കറങ്ങി പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ സമയമില്ല. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോ അടുത്ത വീഡിയോയില് നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് കാണാം. അപ്പൊ അതുവരെ നമുക്കൊരു